നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഓങ്ങല്ലൂരിൽ LDF റാലിയും പൊതുയോഗവും മന്ത്രി MP രാജേഷ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ LDF പഞ്ചായത്ത് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റാലി. പോക്കുപ്പടിയിൽ നിന്നും ആരംഭിച്ച റാലി ഓങ്ങല്ലൂർ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മതേതരത്വം സംരക്ഷിക്കുവാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി MP രാജേഷ് സൂചിപ്പിച്ചു. പ്രാധാന്യം, പിരിമുറുക്കം ഈ പൊതുതെരഞ്ഞെടുപ്പിന് ഉണ്ടാവുന്നതിന്റെ കാരണം ഇതിനു മുമ്പുള്ള 17 പൊതുതെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ മുമ്പിൽ ഉയർന്ന ചോദ്യമല്ല ഇപ്പോൾ ഉയരുന്നത് എന്നതാണ്. ഇതിനു മുമ്പ് എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ടർമാർക്ക് തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത് ഏത് ഗവൺമെന്റ് വേണമെന്നതാണ്. എന്നാൽ ഇന്ത്യയുടെ 3/4 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ഏത് ഇന്ത്യ വേണം എന്നിപ്പോൾ തെരഞ്ഞെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തരം നിലവിൽ വന്ന, നമ്മളെല്ലാം ജനിച്ചു വളർന്ന ജനാധിപത്യ ഇന്ത്യ, മതനിരപേക്ഷ ഇന്ത്യ നിലനിൽപ്പിന്റെ വെല്ലുവിളിയെ നേരിടുന്ന ഒരു ആപൽഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. യോഗത്തിൽ പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. NP വിനയകുമാർ, C. അച്യുതൻ, AM നാരായണൻ, PV രതീഷ്, TV ഗിരീഷ് മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. പരസ്യപ്രചരണം സമാപന ദിവസം പട്ടാമ്പി ഓങ്ങല്ലൂരിൽ UDF പ്രചരണത്തിനായി സിനി ആർട്ടിസ്റ്റ് രമേശ് പിഷാരടിയും UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും ഓങ്ങല്ലൂരിൽ പ്രചരണം നടത്തി. പാലക്കാട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ തിരഞ്ഞെടുപ്പ് പരസ്യപ്രചരണത്തിന് സമാപനം കുറിക്കുന്ന ദിവസം രാവിലെ ഓങ്ങല്ലൂരിലായിരുന്നു പര്യടനവുമായി എത്തിയത്. അവസാനഘട്ട പരസ്യപ്രചരണത്തിനായാണ് സ്ഥാനാർത്ഥി പട്ടാമ്പി മണ്ഡലത്തിലെ ഓങ്ങല്ലൂരിലെ വിവിധയിടങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ടുള്ള വോട്ടഭ്യർത്ഥന നടത്തിയത്. എല്ലാ സഹോദരി സഹോദരന്മാരും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കണ്ടക്ടറെ വോട്ട് ചെയ്യണം. ഭയങ്കര ബഹളം വയ്ക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ളതാണ്. കാരണം വ്യക്തിപരമായ കാര്യമല്ല, നമ്മുടെ നാട് മാത്രമല്ല, നമ്മുടെ രാജ്യം നിലനിൽക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ബസ്സിലെ എല്ലാ യാത്രക്കാരും UDF സ്ഥാനാർത്ഥിയായി എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സിനിമാ താരം രമേശ് പിഷാരടിയും VK ശ്രീകണ്ഠനെ വോട്ടഭ്യർത്ഥിച്ച് ഓങ്ങല്ലൂരിൽ എത്തിയിരുന്നു. പാലക്കാട് ലോക്സഭാ മണ്ഡലം എല്ലാ അനീതികൾക്കും നമ്മൾ കൂട്ടുനിൽക്കണം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല. നല്ല ആരോഗ്യത്തോടെ ജീവിച്ചാൽ തന്നെ നമുക്ക് ഒരു മനുഷ്യന് പരമാവധി 12-13 തവണയാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ, ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ അവസരം അവൻ്റെ മനുഷ്യായുസ്സിൽ കിട്ടുന്നത്. ഈ അവസരം വളരെ വിലപ്പെട്ടതാണ്. ഇതുപോലെ ഒരു നേതാവ് എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി, അല്ലാതെ പോസ്റ്ററിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല, അത് കഴിഞ്ഞാലും ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന ഒരു നേതാവ്, സധൈര്യം നമുക്ക് അടുത്തേക്ക് പോകാവുന്ന ഒരു നേതാവ്, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തേക്ക് പോയില്ലെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു നേതാവ്, ഇതൊക്കെയാണ് ശ്രീകണ്ഠേട്ടൻ. അദ്ദേഹം ഈ പാലക്കാട് ഇപ്പോൾ പറയും, നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ചൂടുണ്ട്, അതിൻ്റെ കൂട്ടത്തിലല്ലാത്ത ചൂട് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഇത്. അവിടെ ഇത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നടക്കുന്നു, പോകുന്നു. നമ്മുടെ ശബ്ദമായി ഡൽഹി ഉയർന്നു കേൾക്കേണ്ടത് ശ്രീകണ്ഠേട്ടൻ്റെ ശബ്ദമാണ്. നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നവർ ഉറപ്പായും ചെയ്യുമെന്ന് പറയും. പരമാവധി ആളുകളോട് പറയുക, നമുക്ക് തെറ്റുകൾ ഇനി പറ്റരുത്. നിരന്തരമായ വിജയങ്ങൾ കൊണ്ടുണ്ടാകുന്ന
പലരുടെയും മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. അതൊന്നും ഇനി നമുക്ക് താങ്ങാവുന്നതല്ല. അവസാനം വോട്ടെണ്ണി കഴിയുമ്പം മറുപക്ഷത്തൊക്കെ സപ്ലൈകോയിൽ സാധനങ്ങൾ ഇരിക്കുന്ന പോലെ കുറച്ചേ കാണാവുള്ളൂ. ബാക്കി എല്ലാം ഇവിടെ ആയിരിക്കണം. നമുക്ക് ബാക്കി എല്ലാ വോട്ടുകളും ഈ ഭാഗത്ത് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഇത്തവണ വിജയം ആവർത്തിക്കണം, അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൈയടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ ആവേശം നാളെ മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഉണ്ടാകണം. വെള്ളിയാഴ്ചയാണ് ഇലക്ഷൻ. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചന അതാണ്. ഇപ്പൊ വെള്ളിയാഴ്ചയല്ല, ഏത് നട്ടപ്പാതിലേക്കാണെങ്കിലും നമ്മളെല്ലാവരും വോട്ട് ചെയ്യുമെന്നുള്ള പ്രതിജ്ഞയാണ് നമുക്ക് എടുക്കേണ്ടത്. UDF നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പട്ടാമ്പി നഗരസഭയിൽ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസം LDF V4 മുന്നണി അംഗങ്ങൾ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മികുട്ടി പറഞ്ഞു. രാഷ്ട്രീയ പ്രേരിതമായാണ് UDF അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നിട്ടുള്ളതെന്നും അവർ സൂചിപ്പിച്ചു. പട്ടാമ്പി നഗരസഭയിൽ കഴിഞ്ഞ ദിവസമാണ് UDF അംഗങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടിക്കെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 28 അംഗ കൗൺസിലിൽ 11 UDF അംഗങ്ങളും 10 LDF അംഗങ്ങളും 6 V4 മുന്നണി അംഗങ്ങളും ഒരു BJP അംഗവുമാണ് ഉള്ളത്. നിലവിൽ V4 മുന്നണിയുടെ 6 അംഗങ്ങളുടെ പിന്തുണയിൽ LDF ആണ് നഗരസഭയിൽ ഭരണം നടത്തുന്നത്. UDF കൊണ്ടുവന്ന അവിശ്വാസം രാഷ്ട്രീയ പ്രേരിതമാണെന്നും LDF V4 മുന്നണി അംഗങ്ങൾ ഒറ്റക്കെട്ടായി അവിശ്വാസത്തെ നേരിടുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി സൂചിപ്പിച്ചു. UDF ഇന്നലെ കൂടുന്ന അവിശ്വാസം തീർച്ചും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്. ചെയർപേഴ്സൺ എന്ന രീതിയിൽ ഞാനൊരു യാതൊരു വിധത്തിലുള്ള ചട്ടലംഘനം നടത്തിയിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ CPM V4 മുന്നണിയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ 16 അംഗങ്ങളും ഈ അവിശ്വാസത്തെ തീർച്ചയായും നേരിടും. ഒറ്റക്കെട്ടായി തന്നെ നേരിടുന്നതാണ്. പിന്നെ ഇതിൽ യാതൊരു പരാജയ ഭീതിയില്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കും. ചട്ടവിരുദ്ധമായ ഒരു പ്രവർത്തനവും നഗരസഭയിൽ നടപ്പാക്കിയിട്ടില്ല. കൗൺസിലിന്റെ അംഗീകാരത്തോടു കൂടിയാണ് എല്ലാ പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നതെന്നും ലക്ഷ്മിക്കുട്ടി സൂചിപ്പിച്ചു. എല്ലാം തന്നെ കൗൺസിൽ വെച്ച് അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി തന്നെയാണ് ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചട്ടലംഘനത്തോടു കൂടി യാതൊരു കാര്യം ഇവിടെ നടത്തുന്നില്ല. അതേസമയം നഗരസഭയിലെ V4 മുന്നണിയുടെ നിലപാടുകൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. നിലവിൽ LDF-നൊപ്പമാണെങ്കിലും പലപ്പോഴും LDF ഭരണത്തിനെതിരെ V4 മുന്നണിയും അസ്വാരസ്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അവിശ്വാസത്തിലും V4 മുന്നണിയും LDF അംഗങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നാണ് ചെയർപേഴ്സന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ V4 മുന്നണി നേതാക്കളിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഇല്ലെന്നാണ് നേതാക്കളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. എടപ്പാൾ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച യുവാവിന് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിൽ എടപ്പാൾ ഹോസ്പിറ്റലിനോട് ചേർന്ന് പ്രവർത്തിച്ച ഹോട്ടൽ അടപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച പൊന്നാനി അത്താണി സ്വദേശിക്കാണ് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത്. തുടർന്ന് എടപ്പാൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണുകയും ചെയ്തു. ഭക്ഷ്യവിഷബാധയാണ് ശാരീരിക അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് ഡോക്ടർ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇയാൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും ആരോഗ്യവകുപ്പിനും പരാതി നൽകി. പരാതിയിൽ എടപ്പാളിലെ ഹോട്ടലിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. പഴകിയതും വൃത്തിഹീനമായതുമായ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ ഭക്ഷണശാല അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി. വൃത്തിഹീനമായ രീതിയിൽ സമീപത്ത് പ്രവർത്തിച്ച മറ്റൊരു ഭക്ഷണശാലയും അടച്ചുപൂട്ടി. വൈകിട്ട് 5 മണിയോടെ തുടങ്ങിയ പരിശോധന രാത്രി 8 മണിവരെ നീണ്ടു. ലൈസൻസ് ഇല്ലാതെയാണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നതെന്നും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ജീവനക്കാർ താമസിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അടച്ചുപൂട്ടിയ ഭക്ഷണശാലയുടെ നടത്തിപ്പുകാരിൽ നിന്ന് പിഴ ഈടാക്കി. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ഹോട്ടൽ പ്രവർത്തിക്കാൻ അനുമതി നൽകുകയുള്ളൂ എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഭക്ഷ്യസുരക്ഷാ ഓഫീസർ UM ദീപ്തി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സതീഷ് അയ്യാപ്പിൽ, KG നിനു, വട്ടംകുളം പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ PP നജ്മത്ത് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ് തൃത്താല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00.
മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി പെരുമണ്ണൂരിൽ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ നെൽപ്പാടത്ത് തീപിടുത്തം. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് തീപിടുത്തം ഉണ്ടായത്. സമീപവാസികളായിരുന്നു തീ പടരുന്നത് ആദ്യം കണ്ടത്. ഉടൻ തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കുന്നതിന് മുന്നേ തീ അണച്ചു. മേഖലയിലെങ്ങും വേനൽ ചൂടേറിയതോടെ ചെറുതും വലുതുമായ തീപിടുത്തങ്ങളും വർദ്ധിക്കുകയാണ്. പെരിങ്ങോട് യൂത്ത് ലൈബ്രറി ജനകീയ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന സദസ്സ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രഭാഷണം നടത്തി. യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് എ സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി സെക്രട്ടറി കെ മണികണ്ഠൻ, ജോയിന്റ് സെക്രട്ടറി ടി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. മുള്ളൂർക്കര ഇരുനിലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലെ ചാന്ദ്ര പൊങ്കാല മഹോത്സവം നടന്നു. ക്ഷേത്രം ശാന്തി രാജീവിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേകമായി പൂജിച്ച ദ്രവ്യങ്ങളും നിലവിളക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിലേക്ക് മുള്ളൂർക്കര കനറ ബാങ്ക് മാനേജർ പ്രിയങ്ക പങ്കജ് ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസ്, ട്രഷറർ VK ശിവദാസ്, ക്ഷേത്ര സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. മേടമാസത്തിലെ പൗർണമി നാളിലാണ് ചാന്ദ്ര പൊങ്കാല മഹോത്സവം നടത്തുന്നത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.